പഞ്ചാര ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: ചുവന്ന ഉള്ളി, സവാള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം. ഇത്രയാണ് കൊഞ്ചിറക്കിയിടുന്നത്. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ കൊഞ്ചങ്ങനെ ക്ലീൻ ചെയ്ത് വേവിക്കാനായിട്ട് ഇടുന്നത്. വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ, അതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമേ. സവാള ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി എല്ലാം ഞാൻ ചെറുതായിട്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം. സവാള നല്ലോണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം മാത്രമേ ക്യാപ്സിക്കം ഇടാവുള്ളൂ. അതൊന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇടാവുള്ളൂ. സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റാനും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ മസാലകൾ ഇടേണ്ടത്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇതെല്ലാം നല്ലോണം ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി തന്നെ എടുക്കണം, മിക്സാക്കി എടുക്കണം. പച്ചമണം നിന്ന് കറിക്ക് ടേസ്റ്റ്, അതിൻ്റെ പച്ചമണം മാറാതെ നമ്മൾ കൊഞ്ചൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിന് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല, വ്യത്യാസം കാണും. പച്ചമണത്തിൻ്റെ ഒരു ചെറിയൊരു കുത്തലും കാണും, കുത്തലൊരു ചെവ കാണും. അതുകൊണ്ടാണ് പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണമെന്ന് പറയുന്നത്. ഞാൻ നല്ല രീതിയിൽ മിക്സാക്കിയാൽ എടുത്തതിന് ശേഷമാണ് കൊഞ്ചിടുന്നത്. കൊഞ്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതായിരുന്നു, അത് അതിനകത്ത് തട്ടിയിട്ട് അതുമായിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. ഇതിനകത്ത് വെള്ളം വേണ്ട എന്നുള്ളെങ്കിൽ ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഡ്രൈ ആയിട്ട് തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ചാറോടെ കഴിക്കാൻ ഇഷ്ടമുള്ളെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ച് നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഗ്രേവി ആക്കിയെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ, അപ്പത്തിലൂടെ, ചപ്പാത്തിയിലൂടെ, നമുക്ക് എന്തിനോടാണ് കഴിക്കാൻ ഇഷ്ടം അതിനോടൊക്കെ കഴിക്കാം. ഞാൻ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ചെയ്തേക്കുന്നത്. അതിന് ഇന്നത്തോടെ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.